ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ചയിലേക്ക് തന്നെ മടങ്ങാം. ജനകരാജസുതയുടെ നിർഭയ വാക്കുകൾ കേട്ട ദശാനനൻ കൈകൾ കൂട്ടി ശക്തിയിൽ തിരുമി. ദേഹം ക്രമത്തിൽ വളരെയധികം വലുതായി. വീണ്ടും, ഹേ സീതേ, നീ ഒന്നാന്തരമൊരു ഭ്രാന്തിയാണ്. എൻ്റെ വീര്യപരാക്രമങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മനസ്സിലായില്ലല്ലോ. കഷ്ടം തന്നെ. ഹേ സുന്ദരി, നിരാലംബമായ ആകാശത്തിൽ നിന്നുകൊണ്ട് ഈ കൈകളിൽ ഭൂമിയെ ഞാൻ ഉയർത്തും. സാഗരജലം മുഴുവൻ കുടിച്ചു വറ്റിക്കും. യുദ്ധത്തിന് ഒരുങ്ങിയാൽ അന്തകൻ്റെ കൂടി അന്ത്യം വരുത്തും. കൂർത്തു മൂർത്ത ശരങ്ങളാൽ ഭൂമിയെ പിളർക്കും. ഭാസ്കരനെ ചലനരഹിതനാക്കും. സീതേ, ആഗ്രഹിച്ചതേതും നൽകുന്ന ഉത്തമനായ ഭർത്താവും കാമരൂപിയുമാണ് നിന്റെ മുന്നിൽ നിൽക്കുന്നവൻ. ഹേ പ്രാന്തത്തി, എന്നെ നോക്ക്. രാവണന്റെ നേത്രങ്ങൾ സൂര്യാഗ്നികൾ പോലെ ജ്വലിച്ചു. ചുവന്ന കണ്ണുകൾക്ക് ചുറ്റും മഞ്ഞവർണ്ണം വ്യാപിച്ചു. കുബേര സഹജനായ രാക്ഷസാധിപൻ ഭിക്ഷുവിൻ്റെ സൗമ്യരൂപം പെട്ടെന്ന് ഉപേക്ഷിച്ചു. അന്തകതുല്യമായ ദേഹത്തെ വ്യക്തമാക്കി. കരിങ്കാർ നിറമാർന്ന ഭീമ ശരീരം, തീക്കട്ട പോലെ തിളങ്ങുന്ന അക്ഷികൾ, തുടുതുടുത്ത വസ്ത്രങ്ങൾ, 10 ശിരസുകൾ, ഉരുണ്ടു നീണ്ട 20 കൈകൾ, രത്നഖചിതങ്ങളായ സ്വർണ്ണാഭരണങ്ങൾ. ഇങ്ങനെ ഏതൊരു ജീവിയും കണ്ടാൽ നടുങ്ങുന്ന വേഷത്തിൽ സ്ത്രീരത്നമായ സീതാദേവിയെ തുറിച്ചു നോക്കിക്കൊണ്ട്, ഹേ സുന്ദരി, 3 ലോകങ്ങളിലും യശോധാവള്യം പരത്തിയ ഉത്തമൻ ആയ ഒരുവനെ ഭർത്താവായി ലഭിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നോടുകൂടി ചേരുക. വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ സാധിക്കാത്തത്ര മഹത്വമാർന്ന ഒരു ഭർത്താവാണ് ഞാൻ. എന്നെ ഭജിച്ച് സസുഖം വസിച്ചാലും നിനക്ക് അനിഷ്ടമായ യാതൊന്നും ഒരിക്കലും ഞാൻ ചെയ്യുന്നതല്ല. വെറും ഒരു അസാധാരണ മനുഷ്യൻ രാജ്യം പോയി ഭിക്ഷുവിനെ പോലെ തെണ്ടുന്നവൻ, അല്പായുസ് ആയവൻ. കഷ്ടം. ഒരു രാമൻ. അവനിലുള്ള സ്നേഹം അങ്ങ് കളയൂ. അതെടുത്ത് എന്നിൽ അണയ്ക്കൂ. ഒരു പൊട്ടപ്പെണ്ണിൻ്റെ വാക്കുകൾ കേട്ട് സ്വന്തം രാജ്യത്തെയും ബന്ധുക്കളെയും വെടിഞ്ഞ് കാനനത്തിൽ ചുറ്റിക്കറങ്ങുന്നവനിൽ സ്നേഹശാലിയാകുന്നത് പണ്ഡിതമാനിത്വവും അജ്ഞതയുമാണ്. ദുർബുദ്ധിയും ദുർബലനുമായ രാമൻ കടുവകൾ കൂട്ടമായുള്ള കാട്ടിലാണ് ചുറ്റിത്തിരിയുന്നത്. ദുർമതിയും രാക്ഷസേശ്വരനുമായ രാവണൻ കാമാന്ധനായി പ്രലോഭന വാക്കുകൾ പലതും ഇങ്ങനെ പറഞ്ഞു. കാലപ്രചോദിതനായ ബുധൻ രോഹിണി നക്ഷത്രത്തെ എന്ന പോലെ സതീരത്നത്തെ പിടിക്കുവാൻ അടുത്തു. സീതാദേവിയുടെ കാർക്കൂന്തൽ ഇടത്തെ കൈകൊണ്ടും ഊരുക്കൾ വലത് കൈകൊണ്ടും ഗ്രഹിച്ചു. വന്മല പോലെയുള്ള ദേഹം വളഞ്ഞു കൂർത്ത്, ചന്ദ്രക്കല പോലെയുള്ള ദംഷ്ട്രങ്ങൾ, നീണ്ടുരുണ്ട ബാഹുക്കൾ. അത്യുഗ്രനായ ദശകന്ധരനെ കണ്ടപ്പോൾ വനദേവതകൾ പോലും ഭയപ്പെട്ട് 4 പാടും പാഞ്ഞുകഴിഞ്ഞു. മായാമയവും ദിവ്യവുമായൊരു രഥം കഠിന ശബ്ദത്തോടെ പെട്ടെന്ന് അവിടെ എത്തി. സുവർണ ചക്രങ്ങളോടുകൂടിയ ആ തേരിൽ പരുഷവാക്കുകൾ പറയുന്ന ദശാനനൻ സീതയെ മടിയിൽ വെച്ച് ആരോഹണം ചെയ്തു. രാക്ഷസന്റെ പിടിയിൽപ്പെട്ട മൈഥിലി ദുഃഖസാഗര നിമഗ്നയായി ദീനദീനം വിദൂരത്തിലുള്ള ഭർത്താവിനെ രാമ, ലോകാഭിരാമ എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു. തന്നിൽ ഒട്ടും തന്നെ സ്നേഹം ലേശമില്ലാത്ത സീത പന്നഗേന്ദ്ര കുമാരി പോലെ കിടന്നു ഉരുളുന്നത് കണ്ട അരക്കൻ കാമത്തോടെ ദേവിയെ എടുത്ത് ആകാശത്തിലേക്ക് ഉയർന്നു. വാനിൽ കൂടി ത്വരിതമായി യാത്ര തുടങ്ങി. മതിച്ച ഭ്രാന്തിയെപ്പോലെ വൈദേഹി ദീനസ്വരത്തിൽ ഉറക്കെ കരഞ്ഞുകൊണ്ട്, എൻ്റെ അനുജ, ലക്ഷ്മണ, അമേയശക്തനായ കുമാര, ഭ്രാതൃചിത്രപ്രസാദത്തിന് അനവരതം യജ്ഞിക്കുന്നവനെ, മഹാശത്രുവായ രാക്ഷസാധമൻ ഇതാ എന്നെ കട്ടുകൊണ്ടു പോകുന്നു. അനുജ, ഇത് അറിയുന്നില്ലേ? ജീവിതവും സുഖവും ഐശ്വര്യവും ധർമാചരണത്തിനു വേണ്ടി പരിത്യജിച്ച രഘുവംശശ്രേഷ്ഠ അധർമ്മനിരതനായ നക്തഞ്ചരൻ എന്നെ കൊണ്ടുപോകുന്നത് കാണുന്നില്ലേ? അവിടുന്ന് പരന്തപനാണല്ലോ. ദുഷ്ടനിഗ്രഹം വ്രതമായി സ്വീകരിച്ച മഹാപ്രഭോ, ഇത്രമാത്രം മഹാപാപിയായ ദശാസ്യനെ ശിക്ഷിക്കാത്തത് എന്തുകൊണ്ടാണ്? സസ്യങ്ങളുടെ ഫലങ്ങൾ പക്വമാണെങ്കിൽ കാലം കൂടി എത്തണം. ദുഷ്ടന്മാരുടെ കർമ്മങ്ങൾക്കും അതേപോലെ പെട്ടെന്ന് ഫലം കിട്ടുകയില്ലല്ലോ. ദുഷ്കാലത്താൽ പിഴച്ച ബുദ്ധിയോടുകൂടിയ രാക്ഷസാധമ, ഇത്തരം കടുങ്കൈ ചെയ്യുന്നത് നിനക്ക് ഘോരതരങ്ങളായ ആപത്തുകളോടുകൂടിയ അന്ത്യം ശ്രീരാമനാൽ വന്നു ചേരട്ടെ. ധർമ്മസ്വരൂപിയായ ശ്രീരാമചന്ദ്രൻ്റെ സഹധർമ്മിണിയെ ഇങ്ങനെ നിശാചരൻ കട്ടുകൊണ്ടുപോയി എന്നറിഞ്ഞാൽ ബന്ധുക്കളോടുകൂടിയ കൈകേയി ദേവി കൃതകൃത്യയായി തീർന്നേക്കും. ഭയചകിതയായ നൃപനന്ദിനി ചഞ്ചല നയനങ്ങളെ 4 പാടും പായിച്ചുകൊണ്ട് തുടർന്നു. ജനസ്ഥാനത്തിൽ പൂത്തു നിൽക്കുന്ന കൊന്ന വൃക്ഷങ്ങളെ, നിങ്ങൾ വേഗത്തിൽ രഘുവംശ നായകനോട് പറയൂ, രാവണൻ സീതയെ കട്ടു എന്ന്. അരയന്നങ്ങളും നീർക്കോഴികളും കൊണ്ട് അലംകൃതയായ ഗോദാവരി ദേവി, ഞാനിതാ നമസ്കരിക്കുന്നു. ശ്രീരാമനോട് വേഗത്തിൽ പറയൂ, രാവണൻ സീതയെ കട്ടു എന്ന്. വിവിധങ്ങളായ മാമര രൂപങ്ങളിൽ വിരാജിക്കുന്ന വനദേവതമാരെ, ജനകാത്മജ പ്രണമിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുന്നു, രാവണൻ സീതയെ കട്ടു എന്ന് എൻ്റെ ഭർത്താവിനെ വേഗത്തിൽ അറിയിക്കുവാൻ. ഈ ജനസ്ഥാനത്തിലുള്ള സർവ്വജന്തുക്കളെയും മൃഗപക്ഷിഗണങ്ങളെയും ശരണം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് ജീവാധിക
പ്രിയയായ സീതയെ രാവണൻ കട്ടു എന്ന് അറിയിക്കുവാൻ പരികം പോലെ ആയത ബാഹുവോടുകൂടിയ ആ അമിത ബലവാൻ സ്വർഗത്തിൽ നിന്നായാലും അന്ധകനെ വെന്നിട്ടായാലും എന്നെ വീണ്ടെടുക്കാതിരിക്കുകയില്ല. വിശാലാക്ഷിയായ സീതാദേവി കീഴ്പോട്ടു നോക്കി പർണശാലയുടെ സമീപത്തുള്ള മാമരത്തിൻ്റെ മുകളിൽ ഗാഠസുഷുപ്തിയിൽ ആണ്ടിരിക്കുന്ന ഗൃധ്രരാജൻ ജടായുവിനെ കണ്ടു. രാവണവശഗതയായ ആ കാമിനിയാങ്കി ഗദ്ഗദാക്ഷരത്തോടെ പക്ഷീന്ദ്രനായ ജടായു, നോക്കൂ, പാപകർമ്മ തൽപരനായ രാക്ഷസ രാജാവ് അനാഥയെപ്പോലെ എന്നെ കൊണ്ടുപോകുന്നത് അതിക്രൂരനായ ഈ ദൈത്യേന്ദ്രനെ തടുക്കുവാൻ അങ്ങേക്ക് സാധിക്കുകയില്ല. അത്രമാത്രം ബലിഷ്ഠനാണ്, ജയശീലനാണ്, ദുരാത്മാവായ ഇവൻ ആയുധധാരി കൂടിയാണ്. അതുകൊണ്ട് ഹേ ജടായു, എന്നെ രാവണൻ കട്ടുകൊണ്ടു പോകുന്നു എന്ന വാർത്ത ശ്രീരാമചന്ദ്രനോടും അമിതബല പരാക്രമിയായ സൗമിത്രിയോടും വേഗം ചെന്ന് പറയണേ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുചരണങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.